നമുക്ക് ശ്രീനന്ദിന്റെ ഷർട്ടും പാന്റും കിട്ടിയിരിക്കുന്നു. ഇനി നമ്മൾ ഇന്റർവ്യൂവിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ അർജുൻ സി എസിന്റെ ബോഡിയും ഓട്ടവും സൈക്ലിങ്ങും എല്ലാം സിറ്റിയിൽ അങ്ങനെ വളരെ മികച്ച ഒരു പ്രതികരണമാണ് നേടുന്നത്. അപ്പൊ എന്താണ് താങ്കൾ അതെ അതിനെ കുറിച്ച് എന്താ പറയാ? നിങ്ങൾ ആദ്യം നിങ്ങളുടെ തീരുമാനത്തിൽ താരെ കുറച്ച് ചോദിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും ഇന്റർവ്യൂ പാനലിലാണ്. ഈ ചോദ്യത്തിന് രണ്ടല്ല ഒന്നാണ്. അയ്യോ സോറി, ശ്രീനന്ദിന്റെ ഇതിനെ കുറിച്ച് താങ്കളുടെ സിഇടിയിൽ നിന്നും മികച്ച പ്രതികരണമാണല്ലോ കിട്ടുന്നത്. താങ്കളുടെ സൈക്ലിങ്ങും സിക്സ് പാക്കും മരത്തി പിടിച്ച് കയറുന്നതും. പിന്നെ താങ്കൾ സിഇടിയുടെ മെക്കാനിക്കൽ സ്റ്റെപ്പ് ഒരു കാല് വെച്ച് കയറിയെന്ന് ഞാൻ കേട്ടു. അതിനെ പറ്റിട്ട് എന്താണ് താങ്കൾക്ക്? അത് നീ എവിടുത്തെ കേട്ടു? പച്ച നുണയാണ്. പിന്നെ താങ്കൾ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് അച്ഛൻ എന്താണ് പറയുന്നത്? ഓക്കെ, താങ്കളുടെ പൊതുവായിട്ടുള്ള ഈ പ്രതികരണത്തിന് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എന്താണ് താങ്കൾ അതിനെ കാണുന്നത്? എങ്ങനെയാണ് പ്രതികരണത്തിന്? ഞാൻ കാണേണ്ട ആവശ്യമില്ല, കേൾക്കേണ്ട ആവശ്യമില്ല. അതേ കൊടുത്തൊരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിച്ച പ്രതികരണം. പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്, ശ്രീനന്ദിന്റെ ഷട്ടി കാണുന്നില്ല. ഓക്കെ നമ്മൾ തിരിച്ച് ഇന്റർവ്യൂലോട്ട്. ഓക്കെ അപ്പോൾ നമ്മൾ അർജുൻ സി എസിന്റെ മൈൻഡ് സെറ്റിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത്. അർജുൻ സി എസിന്റെ മൈൻഡ് സെറ്റിനെ പോലെ എനിക്ക് മറ്റൊരു കാര്യം അറിയാൻ താല്പര്യമുള്ളത് അർജുൻ സി എസിന്റെ ഡെയിലി രാവിലെ എഴുന്നേൽക്കുമ്പോൾ അർജുൻ സി എസിന് സൗരവിന് താല്പര്യമല്ലേ? സൗരവ് രാവിലെ പലതവണ രാവിലെ എഴുന്നേറ്റ് ഓടാൻ സൗരവിന് സാധിക്കാറില്ല. ഒരു പലവട്ടം ട്രൈ ചെയ്തിട്ട് സൗരവിന് ഇത് പറ്റുന്നില്ല. പക്ഷെ അർജുൻ സി എസ് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഇതെങ്ങനെ സാധിക്കുന്നു പറയും? ഞാൻ എല്ലാ ദിവസവും ഒരേ റൊട്ടീനൊന്നും മെയിൻറ്റെയിൻ ചെയ്യാറില്ല. പക്ഷെ ചെയ്യുമ്പോൾ അർജുൻ സി എസ് നല്ലോണം ചെയ്യാറുണ്ട്. പക്ഷെ വേർക്കില്ലേ? നീ എല്ലാ ദിവസവും ഓടാൻ പോവാറില്ല? എല്ലാ ദിവസവും ഓടാൻ പോവാറില്ല. അതിന്റെ സത്യം. ജീവിതത്തിലേക്ക് കൂടുതൽ സത്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എല്ലാ ദിവസവും ഓടാൻ പോകാൻ ശ്രമിക്കും, പക്ഷെ എല്ലാ ദിവസവും നടക്കത്തില്ല. ഇതിനകത്ത് മെയിൻ കാര്യമാണ് കൺസിസ്റ്റൻസി. അത് 100% അറ്റൈൻ ചെയ്യാൻ ആർക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഒരു 60% അറ്റൈൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ശ്രമിക്കുമെങ്കിലും പോകാൻ പറ്റുന്നത് ആഴ്ചയിൽ 4 ദിവസം 5 ദിവസം ആയിരിക്കും. അപ്പൊ അർജുൻ സി എസ് ഈ പഠിത്തവും ഇതും തമ്മിൽ എല്ലാം എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? എല്ലാ ക്ലബും പഠിത്തവും ഓടലും എല്ലാം ഫിറ്റ്നസ്സും എല്ലാം എങ്ങനെയാണ് അർജുൻ സി എസ് മാനേജ് ചെയ്യുന്നത്? അത് ഇച്ചിരി കുറച്ചൊക്കെ ഉടായ്പുണ്ട്. സ്ട്രൈക്കുള്ള ദിവസം അറ്റൻഡൻസ് വിളിക്കുമ്പോൾ ഫസ്റ്റ് അർജുൻ സി എസ് ആണ് കയറുന്നത്. അതങ്ങനെ ഓടാനുള്ള ശക്തി കാരണമാണ്. ഞാൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഓടി വരുമ്പോഴേക്കും ഒരു ദിവസം തീരും. എന്ത് പ്രതികരണമാണ്? എന്തായിരുന്നു അത്? വിട്ടേക്കാം നമുക്ക് അടുത്ത ഇനി അർജുൻ സി എസ് ഡെയിലി റൊട്ടീൻ പറയാം. ഓടാൻ പോകുന്ന ദിവസത്തെ ഡെയിലി റൊട്ടീൻ. രാവിലെ എപ്പോൾ എഴുന്നേക്കും? രാവിലെ ഓടാൻ പോകുന്ന ദിവസങ്ങൾ കുറവാണ്. രാവിലെ ഓടാൻ പോകുന്ന ദിവസങ്ങൾ മിക്കവാറും അവധി ദിവസങ്ങളായിരിക്കും. അല്ലെങ്കിൽ വൈകിട്ട് ഓടാൻ പോകുന്ന ദിവസത്തിന്റെ ഡെയിലി റൊട്ടീൻ അത് പറയാം. രാവിലെ ഞാനൊരു 7:30 ആകുമ്പോൾ എണീക്കും. 7 മണി തൊട്ട് 7:30 വരെ കോൺസ്റ്റന്റ് അലാറം കാണും. അവസാനം 7:30 ആകുമ്പോൾ എണീക്കും. 7:30 ആകുമ്പോൾ എണീക്കും. എന്നിട്ട് കുളിച്ച് റെഡിയാവും. കുളിച്ച് റെഡിയായിട്ട് എന്തെങ്കിലും റെക്കോർഡ് വല്ലതും എഴുതാനുണ്ടെങ്കിൽ കുറച്ച് എഴുതാനുണ്ടെങ്കിൽ കുറച്ചങ്ങ് എഴുതും. അപ്പോഴത്തേക്ക് കഴിക്കാനുള്ള സമയമാവും. പിന്നെ പോയി എപ്പോൾ സമയം എത്രയായി? 8:30 ആവാറായി കാണും. പോവും, ഫുഡ് കഴിക്കും. ആദ്യമായിട്ട് ഒരു കവർ പാൽ കുടിക്കും. ഇല്ല, ജംഗ്ഷനിലൊരു കടയുണ്ടല്ലോ, അവിടുന്ന് ഒരു കവർ പാല് വാങ്ങിക്കും, മിൽമ പാല്. ആ കവർ പാല് വാങ്ങിക്കും. അവിടുന്ന് അപ്പൂപ്പൻ അത് പൊട്ടിച്ച് ഒരു ഗ്ലാസ്സിനകത്ത് ഒഴിച്ചു തരും. അല്ല 500 ml പകുതിയല്ലേ? 250. അല്ല, 2 വട്ടം ഒഴിക്കും ഗ്ലാസ്സിൽ. വലിയ ഗ്ലാസ് 2 വട്ടം ഒഴിക്കും. അങ്ങനെ ഒഴിച്ചിട്ട് 2 വട്ടം ആ ഒരു കവർ പാലും കുടിക്കും. തണുത്ത പാലാണോ? തണുത്ത പാല്. എന്നിട്ട് ചൂടുള്ള പാല് പ്ലാസ്റ്റിക് കവറിലാക്കാൻ പറ്റില്ലല്ലോ.
അങ്ങനെ കുടിച്ചു കഴിഞ്ഞിട്ട് അടുത്ത MSNലേക്ക് നീങ്ങും. MSN പോയിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. MSN ചെല്ലുമ്പോൾ സമയം 8:45 മറ്റേ കടയിൽ തിരക്കൊണ്ടേ 8:45 അതെ. എന്നിട്ട് 9 മണി പറഞ്ഞാൽ ഏകദേശം 9-10 ആവും. ഞാൻ 9 മണിക്ക് മുമ്പ് എന്തെങ്കിലും കയറിയിരിക്കും. എന്നിട്ട് അല്ല ഇതിൻ്റെ അത് ഓടൽ എവിടെയാണ്? നമ്മുടെ ഫുഡാണ് പ്രാധാന്യം. പാല് കുടിച്ചു, ഇപ്പൊ എത്ര കാൽസ്യം കിട്ടി, ഇനി പ്രോട്ടീൻ വേണം. അല്ല പ്രോട്ടീനും ഉണ്ടല്ലോ പാലിൻ്റെ അകത്ത് കുറച്ചുള്ളൂ. നമ്മുടെ മുട്ട MSN പോയി 3 പുഴുങ്ങിയ മുട്ടയും ചിലപ്പോൾ 4 പുഴുങ്ങിയ മുട്ടയും കഴിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ 3 പുഴുങ്ങിയ മുട്ടയും 1 ഇഡ്ഡലിയും കഴിക്കും. ഒരു ഇഡലി കുറച്ച് കാർബോഹൈഡ്രേറ്റ് ഇരിക്കട്ടെ. ഇനി ഇഡ്ഡലി ചിലപ്പോൾ 1 പൂരി കഴിക്കും. ചിലപ്പോൾ ഒരാഴ്ച 1 വട്ടം കാണാൻ പൂരി കഴിക്കും. അല്ലാത്തപ്പോഴെല്ലാം എന്താണ് കഴിക്കുന്നത്? ഇഡലിയുടെ സാമ്പാർ. അത് കോംപ്ലിമെന്ററി ആണല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലാസ്സിലോട്ട് പോകുന്നു. പിന്നെ ക്ലാസ്സിൽ പോയി ഫോണിൽ കുത്തിയിരിക്കുന്നു. അങ്ങനെ 3 മണിക്കൂർ തെളി നിൽക്കുന്നു. 3 മണിക്കൂർ കഴിയുന്നു. പിന്നെ ക്യാൻറ്റീനിൽ നിന്നായിരിക്കും പ്രോബബിളി ഞാൻ ഉച്ചഭക്ഷണത്തിന് നോക്കാറേ ഇല്ല. ഭക്ഷണം എന്തെങ്കിലും കഴിച്ച് വിശപ്പ് മാറ്റാന്നുള്ളേ ഉള്ളൂ. ഉച്ചഭക്ഷണം കഴിയും. അല്ല അപ്പം എന്താണ് കഴിക്കുന്നത് ഉച്ചയ്ക്കോ? ചോറ് അല്ലെങ്കിൽ ബിരിയാണി എന്തായാലും ഉച്ചയ്ക്ക് നോക്കാറില്ല. അത് കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങുമ്പം വൈകിട്ട് ചില ദിവസം വൈകിട്ട് പാല് പിന്നെയും കുടിക്കും. 1 കവർ പാല് ചില ദിവസം, ഒരു പകുതി ആഴ്ചയിലെ പകുതി ദിവസങ്ങളിൽ. പിന്നെ ചിലപ്പം പഴം കഴിക്കും, ഒരു 2 ഏത്തപ്പഴം. എന്നിട്ട് ഹോസ്റ്റലിലെത്തി അപ്പം സമയത്തായി ഒരു 4:30-5 മണിക്ക് മുന്നേ എന്താ ഞാൻ ഹോസ്റ്റലിലെത്തും. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഹോസ്റ്റലിലൊക്കെ അപ്പോഴത്തേക്ക് അവന്മാരൊക്കെ ഹോസ്റ്റലിന് പുറത്തേക്ക് ഇരിക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ അവന്മാരത്തൊക്കെ സംസാരിച്ചുകൊണ്ട് കുറച്ച് നേരം ഇരിക്കും. അങ്ങനെ സമയം കുറച്ച് തെള്ളി നിൽക്കും. അങ്ങനെ ഒരു അരമണിക്കൂർ പോയി. 5:30 ആയപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് ഓടാൻ ഇറങ്ങും. എന്നിട്ട് നമ്മൾ ഓടാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയായാലും ഒരു 6 മണിയോട് അടുക്കും കേട്ടോ. ഓടാൻ ഇറങ്ങുമ്പോഴത്തേക്ക് ഓടാൻ ഇറങ്ങി ധാരാവിയുടെ ഫ്രണ്ടിൽ കൂടെ അവിടെ നിന്ന് എൻ്റെ ഹോസ്റ്റലിൽ നിന്ന് പുറത്തിറങ്ങി. ധാരാവിയുടെ ഫ്രണ്ടിലെ കയറ്റത്തിലല്ലേ ഏറ്റവും കൂടുതൽ കാലറി പൊട്ടുന്നത്? സത്യം പറയും. അതെ, തിരിച്ചു കയറുമ്പം സത്യമാണ്. ബൈ ദ വേ പ്രേക്ഷകർക്ക് ഒരു ഇൻഫർമേഷൻ, ഇദ്ദേഹത്തിന്റെ ഹോസ്റ്റലാണ് ധാരാവിയുടെ ഇറക്കം നമ്മളെ ആംഗിൾ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. ഇവര് അകത്ത് താഴോട്ട് കയറി അതെ, നമ്മൾ വളരെ കൂൾ ഡിസിഷൻ ആണ് എടുത്തത്. ഇപ്പൊ എന്റെ 2ാമത്തെ വീടും ഈ ധാരാവിയാണ്. എന്നിട്ട് നമ്മൾ ധാരാവിയുടെ ഫ്രണ്ടിൽ കൂടെ താഴെ ചെന്ന് ലെഫ്റ്റ് എടുത്ത് ആ വയലിൻ്റെ ഇടയിൽ കൂടെ പോയി. ശ്രീയന്തിന്റെ ഷട്ടി അല്ല, ഗൗരവിന്റെ ഷട്ടിയുണ്ട്. ക്യാമറ ചരിച്ചു പിടിക്കില്ല. ഇങ്ങനെ ഒന്ന് പിടിച്ചിരുന്നേ. നമ്മൾ നിർത്തിയത് ധാരാവിയുടെ കയറ്റത്തില് കാലറി കുറെ പൊട്ടി. ഇനി അവിടെ നിന്ന് എന്താണ്, ഇനി ഏത് റൂട്ടാണ് പോവാറ്? ഇതിപ്പോ ഇറക്കം ഇറങ്ങിയതേ ഉള്ളൂ. കയറ്റം കയറി തിരിച്ചു വരുമ്പോഴേ കയറ്റം കയറി. എന്നിട്ട് അങ്ങോട്ട് പോയി നമ്മൾ ആ വയലിൻ്റെ കൂടെ തന്നെ കുറേ ദൂരം പോകുമ്പോൾ മറ്റേ അതിന് വടത്തോട്ടും വളയരുത്, നേരെ തന്നെ പോവാ. ആ റോഡ് മെയിൻറ്റെയിൻ ചെയ്ത് നേരെ പോവാ. ലാസ്റ്റ് മൺവിളയല്ലോ മൺവിളയിലോട്ടും PHCയിലോട്ടും പോകാൻ പറ്റുന്ന ഒരു വഴിയാണ്. അവിടെ നമ്മൾ വളയരുത്, നമ്മൾ നേരെ പിന്നെ പോവാ. എന്നിട്ട് പോയി ലാസ്റ്റ് ഹാലയാണ്. അത് കസിന ഞാൻ പിന്നെ വിളിക്കും. എന്നിട്ട് എന്നിട്ട് നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് നമ്മൾ നേരെ പോയി ഹലായിസിനോടെ ചെല്ലും. ഹലായിസിനോടെ എത്തി. അവിടെ ചെല്ലുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്ക് 2.5 കിലോമീറ്റർ. എന്നിട്ട് നമ്മൾ ആ വെള്ളമൊക്കെ നോക്കി ചിലപ്പോൾ കുറച്ച് നേരം നിൽക്കും, ചിലപ്പം നിൽക്കത്തില്ല. എന്നിട്ട് നേരെ തിരിച്ചോടി വന്നിട്ട് ധാരാവിയുടെ കയറ്റം കയറി. അപ്പം നീ പറഞ്ഞോളൂ നല്ല കാലറിയൊക്കെ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ഉള്ളത്, ഇദ്ദേഹം ഇത്രയും കാലമായിട്ട് ധാരാവി ഉണ്ടായിട്ട് ഒരു പ്രാവശ്യം പോലും അർജുൻ സീസിനെ കണ്ടില്ലെന്നാണ് പ്രേക്ഷകരുടെ ക്വസ്റ്റ്യൻസ്. ഞങ്ങൾ ഓടാൻ പോണ കാണാറുണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് വണ്ടിക്ക് എടുത്തോണ്ട് പോകുമ്പോൾ പുള്ളി ഓടി വരണുണ്ടോ? ഓക്കെ അപ്പൊ പ്രേക്ഷകർ ചാനലൊന്നും വേണ്ട. ഓക്കെ ശരി. എന്നിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ധാരാവി ആ കയറ്റം കയറി നമ്മൾ നേരെ ആ കോളേജിന് അങ്ങോട്ടങ്ങ് പോകും. എന്നിട്ട് ഗ്രൗണ്ടിൽ പോയി കുറച്ച് വായി നോക്കിയിരിക്കും. അത് അല്ല, അപ്പൊ കോളേജ് കയറുമ്പോൾ ഓടിയിട്ടാണോ കയറാറ്? കോളേജിന് ഗ്രൗണ്ട് വരെ ഓടും ചിലപ്പോൾ.
അതല്ലേ നീ മൊത്തം എത്ര കിലോമീറ്റർ ഓടും അപ്പോൾ? മൊത്തം എത്ര കിലോമീറ്റർ ഓടും? 6-7 കിലോമീറ്റർ. 5 കിലോമീറ്റർ ആവും, അതനുസരിച്ച് ഓടും. ഓക്കെ. എന്നിട്ട് കോളേജ് ഗ്രൗണ്ട് എത്തിയിട്ട് നമ്മൾ കുറച്ച് നേരം ബാസ്കറ്റ് ബോളിൻ്റെ അവിടെ പോയി കുറച്ച് നേരം വായി നോക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രൗണ്ടിൻ്റെ അവിടെ വന്ന് കുറച്ച് നേരം ഇരിക്കും. അല്ല, ചിലപ്പം മറ്റേ ഇൻഡോറിൽ കയറും, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അല്ലെങ്കിൽ മറ്റേ ഇപ്പോൾ പുറത്ത് ജിമ്മില്ല, ആ കമ്പി പോയി കുറച്ച് നേരം തൂങ്ങും. ഇതിപ്പോഴത്തെ ഷെഡ്യൂൾ ആ കമ്പി തൂങ്ങിയിട്ടുണ്ട്. എന്നിട്ട് മറ്റേ അവിടെ ഇരിക്കുന്നത് ആക്ച്വലി റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. വായിനോട്ടം ഞാൻ ജസ്റ്റ് പറഞ്ഞു. അർജുൻ സിയസ് പറഞ്ഞു വരുന്ന ആ കമ്പി അർജുൻ സിയസിന്റെ ലൈഫിനെ ചേഞ്ച് ചെയ്യാനാണ്. ഈ കമ്പിയൊക്കെ എപ്പോൾ വന്നേ നമ്മളിതൊക്കെ തുടങ്ങിയിട്ട് പണ്ടേ കമ്പികൾ കണ്ട് കമ്പികളിൽ കമ്പിയൊന്നും ആവശ്യമില്ല. നമുക്ക് ഓഡിയൻസിൽ നിന്ന് മികച്ച സപ്പോർട്ടാണ് ലഭിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് വീണ്ടും തുടരുക. കൂടുതൽ സംശയങ്ങൾക്ക് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അതെ, ലൈക്ക്, ഷെയർ. ഇൻസ്റ്റാഗ്രാം ഫുഡിക്ക് കൂടെ ഫോളോ ചെയ്താൽ കൊള്ളാം. രോഹൻ രാജേഷ് 45. അല്ല, അത് അതെല്ലാരും ഫോളോ ചെയ്യണം. ഇതെന്റെയാണ്, അത് പറയേണ്ട ആവശ്യം. അപ്പൊ ശരി ഗൈസ്, ശരി. നമ്മളപ്പോ ഇല്ല കഴിഞ്ഞില്ല, വീണ്ടും ഇന്റർവ്യൂലോട്ട് കിടക്കുന്നു. ഓക്കെ. എന്നിട്ട് നമ്മൾ തിരിച്ച് ഇപ്പോൾ എവിടെ ആയി? തിരിച്ച് ഹോസ്റ്റലിൽ വരുമ്പോഴത്തേക്ക് ഏകദേശം ചിലപ്പോൾ തിരിച്ച് ഹോസ്റ്റലിൽ വരും, ചിലപ്പോൾ നേരെ അശോകിന് കഴിക്കാൻ പോകും. ഇനി ഞാൻ പറയട്ടെ, അവിടെ നിന്ന് എനിക്ക് എക്സർസൈസ് ഞാൻ ക്ഷീണിക്കുവാണെങ്കിൽ നേരെ അശോകിനോട് കഴിക്കാൻ പോകും. ഇല്ലെങ്കിൽ ഇച്ചിരി സമയം അധികം കിട്ടുവാണെങ്കിൽ ഞാൻ തിരിച്ച് ഹോസ്റ്റലിൽ വന്നിട്ട് ചിലപ്പം കുറച്ച് നേരം സംസാരിച്ചിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് എക്സർസൈസ് ചെയ്യും. അല്ല, എനിക്കൊരു ക്വസ്റ്റ്യൻ. അർജുൻ സിയസ് ഇങ്ങനെ ഓടുമ്പോ ഇല്ലേ, ആരും ഇങ്ങനെ ചോദിക്കാറില്ല എന്തിനാ ഓടുന്നത്? അതാണ് ഞാനിപ്പം എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം, നമ്മൾ ബാക്കിയുള്ള ചിന്തിക്കുന്നതാണ്, ചിന്തിക്കുകയേ ചെയ്യരുത്. അല്ല, അതൊക്കെ സിഗ്മ മൈൻഡ് നമ്മൾ അപ്രൂവ് അല്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ പൂജപ്പുര ഗ്രൗണ്ടിൽ പോയി ഓടാറുണ്ട് വല്ലപ്പോഴൊക്കെ. പക്ഷെ ആ സമയത്ത് ഞാൻ പൂജപ്പുര പോകുമ്പോൾ ഞാൻ ഓടാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ യൂഷ്വലി അവിടെ വരെ നടക്കുകയാണ് ചെയ്യുക, അവിടെ എത്തിയിട്ടാണ് ഞാൻ ഓടുക. പക്ഷെ എനിക്ക് അവിടെ വരെ ഓർഡറൊന്നും ഉണ്ട്. ഓൺ ദി അതർ ഹാൻഡ് അവിടെ പോകുമ്പോൾ കുറേ സിറ്റീസും കുറേ ചുറ്റും ബിൽഡിങ്സും ആൾക്കാരും എല്ലാം നിൽക്കുന്നത്. ആൻഡ് അവരുടെ എനിക്ക് ഒരുമാതിരി റിയാക്ഷൻ. ഞാൻ ഒരു പ്രാവശ്യം ഓടാൻ നോക്കി, അപ്പോൾ അവരൊക്കെ ഇങ്ങനെ നോക്കുക, ലൈക്ക് ഒരുമാതിരി അജ്ഞാത ശക്തിനെ പോലെ. അപ്പോൾ അതെങ്ങനെയാണ് അർജുൻ സിയസിനെ അതെങ്ങനെ തരണം ചെയ്തത്? അത് നമ്മൾ അവരെ നോക്കി അങ്ങ് ചിരിക്കുക, അപ്പോൾ അവർ ചിരിക്കും. അത് അത്രേ ഉള്ളൂ സംഭവം. അതിന് എനിക്ക് പറ്റും, പക്ഷെ എനിക്ക് ഓടുമ്പോൾ ഞാൻ ചിരിച്ചാൽ അത് സൈക്കോട്ടിക് ആവും. ഐ മീൻ, അത് വല്ലാത്തൊരു ചിരിയാവും. ചിരിച്ച് നോക്കുക. അത് നീ ചിരിച്ചാലും ചിരിച്ചില്ലേലും അവരെന്ത് വിചാരിച്ചാൽ നമുക്കൊരു വിഷയമേ അല്ല. അവരെന്തെങ്കിലും കാണിക്കട്ടെ, നിന്റെ കാര്യം നോക്കും. അർജുൻ സിയസ് ഒരു സിഗ്മ ആണെന്നാണ് പറഞ്ഞത്. അർജുൻ സിയസിന് ഇങ്ങനെ ഓടാൻ പോയ അഡ്വഞ്ചേഴ്സിൽ എന്തെങ്കിലും എടുത്തു പറയാനുള്ളത് പട്ടി ഓടിക്കുന്നതാണ് ഏറ്റവും എടുത്തു പറയാനുള്ള കാര്യം. എല്ലാവരും പറയും പട്ടി ഓടിക്കുന്നത് വലിയ വിഷയമാണ്, പക്ഷെ പട്ടി ഓടിക്കുന്ന ഒരു രസമാണ്. പട്ടി ഓടിക്കുന്നതല്ല ആക്ച്വലി, ചില പട്ടികളെ കളിക്കുന്നതാ. അപ്പൊ നമ്മൾ ഓടുമ്പോ നമ്മുടെ സ്പീഡിൽ പുറകെ ഓടുന്നതാ. അത് നമ്മൾ നിൽക്കുമ്പോ നിൽക്കും. അർജുൻ സിയസ് ഒരു മൃഗസ്നേഹി കൂടെയാണ്. അത്ര മൃഗസ്നേഹിയൊന്നുമല്ല, അധികമായി പിടിക്കാൻ കഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ പിടിച്ച് സഹായിച്ചു. എന്നിട്ട് അത്യാവശ്യം മൃഗസ്നേഹിയാണ്. അതിനെ കൊന്നിട്ടെടുത്ത് കളഞ്ഞാ. അല്ലല്ല, പറഞ്ഞൂടാ. അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു? പിന്നെ പ്രശ്നം പറഞ്ഞാൽ വീട്ടിൽ വളർത്തുന്ന പട്ടിയാണെങ്കിൽ അത് കടിക്കാൻ തന്നെ ആയിരിക്കും ഓടിക്കുന്നത്, മറ്റേത് കടിക്കാനാണ് ഓടിക്കുന്നത്. ഈ വീട്ടിൽ വളർത്തുന്ന പട്ടി കടിക്ക് ഓടിക്കുന്നെങ്കിൽ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതിലടിയൊക്കെ കയറുക. അടുത്തുള്ള അടുത്തൊരു മതിലുണ്ടെങ്കിൽ മതിലിന് മേടിക്കാതെ നിന്നാൽ മതി. ആ പ്രോബ്ലം മതിലിന്റെ മേളിൽ നമ്മൾ നിൽക്കുന്നത്, അകത്തോട്ട് പോകണ്ട. മതിലിന്റെ മേളിൽ യൂഷ്വലി പൂച്ചകളാണ് ഉണ്ടാവാറ്. മതിലിന്റെ മേളിലെ മരത്തിന് മേളിലൊന്നും വരത്തില്ല, അവിടെ നമ്മൾ സേഫാ. അവിടെ നിൽക്കുമ്പോൾ അത് മടുക്കുമ്പോൾ അങ്ങ് പൊക്കോളം, എന്നിട്ട് ഇറങ്ങി പോയാൽ മതി. ഒരേ ഒരു പ്രശ്നം, വീട്ടിൽ വളർത്തുന്ന പട്ടിയാ, അത് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. എങ്ങാണം തുടലും പൊട്ടിച്ചുകൊണ്ട് വന്നാലോ അല്ലെങ്കിൽ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോകുമ്പോൾ കൈവിട്ട് വന്നാലേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ വിഷയം, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ എത്ര പ്രാവശ്യം പട്ടി ഓടിച്ചു കാണും? ഈ വീട്ടിൽ വളർത്തുന്ന പട്ടി ഒരു വട്ടം ഒരു റോഡ് വീലർ ഓടിച്ചു. അത് മാത്രമേ ഒരു വയലന്റ് ആയിട്ട് തോന്നിയുള്ളൂ. അത് ശരിക്കും കടിക്കാൻ തന്നെ വന്നതാണ്. ഞാൻ അതിലേക്ക് രക്ഷപ്പെട്ടു. പിന്നെ അതൊരു നല്ല ചോദ്യമാണ്. ഈ വളർന്നു വരുന്ന ഓട്ട മത്സരക്കാർ
അതെ, അല്ലെങ്കിൽ ഞാനായിരുന്നു ഓടുന്നത്. എനിക്ക് മതിൽ ചാടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇവൻ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വേറൊരാളായിരുന്നെങ്കിൽ പുള്ളി രക്ഷപ്പെടുമായിരുന്നു. എങ്ങനെയായാലും രക്ഷപ്പെടണമെങ്കിൽ ഇതേ ഉള്ളൂ വഴി, ഇല്ലെങ്കിൽ അതിന്റെ കടി കിട്ടിയ അവിടുത്തെ മാസം. ഓക്കെ, അപ്പോൾ അർജുൻ CS പറഞ്ഞത് നിങ്ങൾ ഓടാൻ പോയി പട്ടി ഓടിച്ചിട്ടാൽ നിങ്ങൾ ഓടി അല്ലെങ്കിൽ നിങ്ങൾ മുമ്പി നിങ്ങൾ അതിലെ കയറി അല്ലെങ്കിൽ അത് ഇങ്ങനൊരു സിറ്റുവേഷൻ മാത്രം. ഇത് ഭയങ്കര റെയറാണ്, ഇങ്ങനെ വരാറില്ല. ഈ വീട്ടിലുള്ള പട്ടികൾ അങ്ങനെ ഇറങ്ങി വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. നാടൻ പട്ടി ഓടിക്കാൻ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യം, അത് കളിക്കാൻ വരുന്ന ഓടേണ്ട ആവശ്യമില്ല. എത്ര പട്ടി ഉണ്ടെങ്കിലും ഇനി അത് കുറേ പട്ടി ഉണ്ടെന്ന് നാടൻ പട്ടി കുറേ എണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ നോക്കി ഒന്ന് തിരിഞ്ഞ് ചെയ്യുന്നതിന് കല്ലെടുക്കുന്നവരെ കാണിച്ച്, അല്ലെങ്കിൽ നമ്മൾ ഓടാതിരുന്നാൽ മതി. അത് പുറകെ വരുത്തുന്നതിന് കടിക്കത്തൊന്നുമില്ല. എന്തുവരും അതിനുള്ള ധൈര്യം ഇല്ല ഇതിന്. അർജുൻ CS, എനിക്ക് പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഞാൻ വിചാരിച്ചു ഈ ഭയങ്കര ഫിറ്റ്നസ് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ പൊതുവെ ഇങ്ങനെ എന്താ പറയുക ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാർ, ഇവരൊക്കെ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഇത് ചെയ്യുന്ന അങ്ങനെ ഒരു ശീലമൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ നിനക്ക് 7:30 നീ എഴുന്നേക്കുന്നത്? അല്ലല്ല, അത് എനിക്ക് ആഗ്രഹമുണ്ട് എനിക്ക് രാവിലെ എണീക്കണമെന്ന്. പറ്റാത്തതുകൊണ്ട് ചില ദിവസം രാവിലെ എണീക്കാറുണ്ട്, ഇതിൽ രാവിലെ എണീക്കാറുണ്ട്. ഇത് മോസ്റ്റ് ഓഫ് ദി ഡേയ്സ് ഉള്ള റൊട്ടീനാണ് ഞാൻ ഈ പറഞ്ഞത്. അങ്ങനെ രാവിലെ എഴുന്നേൽക്കുന്നതുകൊണ്ട് ഗുണമുണ്ടെന്ന് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ നിനക്ക് അങ്ങനെ അത് നിന്റെ ജീവിതത്തിൽ ഇൻകോർപ്പറേറ്റ് രാവിലെ എണീക്കുന്നതുകൊണ്ട് നല്ല ഗുണമുണ്ട്. രാവിലെ എണീക്കുകയും വേണം, നേരത്തെ കിടക്കുന്നത് കൊണ്ട് നല്ല ഗുണമുണ്ട്. നേരത്തെ കിടക്കുക എന്ന് പറഞ്ഞാൽ എത്ര നേരത്തെയാണ്? ഞാൻ പറയാം, ഒരു 10 മണിക്ക് ബോഡി വാഷ് അതിനകത്തിരിപ്പുണ്ട്. ആ ഓറഞ്ച് കവറിനകത്ത് 10 മണിക്ക് കിടക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി പാടല്ലേ അർജുൻ CS? കാരണം അർജുൻ CS ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ. അതെ, അർജുൻ CSനെ CET ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട്. അത് മാത്രമല്ല, ഇപ്പൊ നമ്മുടെ എഞ്ചിനീയറിംഗ് ലൈഫിൽ തന്നെ എത്ര റെക്കോർഡ്സും ഇവനെ പോലത്തെ വാണങ്ങളൊക്കെ സഹിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് താങ്കൾക്ക് 10 മണിക്കുള്ളിൽ കടക്കാൻ പറ്റുന്നത്? ബൈ ദ വേ, ഈ വാണത്തിന്റെ പേരാണ് അർജുൻ ജയകുമാരൻ നായർ, നമ്മുടെ സ്പെഷ്യലി സ്പെഷ്യൽ അൺഇൻവൈറ്റഡ് ഗസ്റ്റ് ആണ്. ഈ വലിയ വലിയ ആൾക്കാർക്ക് പറയുന്നത് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണം. അത് ഈ അത്ലീറ്റ്സിനൊക്കെ ഭയങ്കര നല്ലതാണ്. ഗുഡ് ക്വസ്റ്റ്യൻ. മെഡിറ്റേഷൻ ആക്ച്വലി വളരെ നല്ലതാണ്. ലൈക്ക് ഇപ്പം നമുക്ക് മൈൻഡ് കംപ്ലീറ്റ്ലി ഒന്ന് റിലാക്സ് ആവാൻ ഒന്നും ഇപ്പം എന്താ പറയുക, ഒരു ഡെയിലി ബിസി ഷെഡ്യൂളിൽ നിന്ന് നമ്മളൊരു 10 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുന്നതിന് ഭയങ്കര ഗുണമുണ്ടാവും. ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്, ആക്ച്വലി നല്ല ഗുണം ഉണ്ടാവും. പക്ഷെ അത് ഭയങ്കര പാടാ ചെയ്യാൻ. നമുക്ക് ഒന്നാമത് ഉറക്കം വരുന്നതിൻ്റെ ഭയങ്കര മടിയായിരിക്കും. ഭയങ്കര നമുക്ക് അത് എല്ലാ ദിവസവും ചെയ്യാൻ ഭയങ്കര പാടാണ്. അത് നല്ല ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റും. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കര ഡിറ്റർമിനേഷൻ കുറവാണ്. അർജുൻ CS, ഇപ്പം ഞാൻ ഒരു പേഴ്സണൽ ഡൈലമയിൽ ഇരിക്കുകയാണ്. അതായത് ഞാൻ യൂഷ്വലി റെഗുലർലി ജിമ്മിൽ പോയിട്ടുള്ള ഒരാളാണ്. പക്ഷേ എനിക്ക് ഇടയ്ക്ക് വെച്ച് എനിക്ക് അവിടെ പോയപ്പോൾ എൻ്റെ അടുത്ത് ട്രെയിനർ പറഞ്ഞു, നീ ഇതേപോലെ സ്ട്രെങ്ത്ത് മാത്രം ചെയ്തിട്ട് കാര്യമില്ല, കാർഡിയോയും കൂടെ നല്ലോണം ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഡൗട്ട് എന്ന് വെച്ചാൽ, ഇപ്പോൾ ജിമ്മിൽ പോയി അവിടെ വരെ ഇന്നലെ നടന്നിട്ടോ ഓടിയിട്ടോ അല്ലെങ്കിൽ അവിടെ വരെ ബൈക്കിൽ പോയിട്ട് അവിടെ പോയി ട്രെഡ്മില്ലിൽ ചവിട്ടേണ്ട കാര്യം എനിക്കില്ല. അതിന് വരെ എനിക്ക് ഇന്നലെ ഓടിയാൽ പോരെ? അതായത് വീട്ടിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ എനിക്ക് ഗ്രൗണ്ടിൽ പോയിട്ടോ റോഡിൽ നിന്നോ ഓടിയാൽ തന്നെ എൻ്റെ തടി കുറയില്ലേ? എൻ്റെ അഭിപ്രായത്തിൽ ഈ നല്ല നിനക്ക് ചെയ്യാൻ വണ്ണം കുറയ്ക്കണം, അതായത് വർക്കൗട്ട് ചെയ്യണമെന്ന് ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ, നീ വർക്കൗട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ എനിക്ക് ജിമ്മിൽ പോകേണ്ട ആവശ്യമൊന്നും ഇല്ല. അതല്ല ഡെഡിക്കേഷൻ ഇൻ ദ സെൻസ്, ഇപ്പം എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഇപ്പം എൻ്റെ ചുറ്റുമുള്ള ഫ്രണ്ട്സ് എല്ലാവരും പറയുന്നത് എനിക്ക് തടിയാണ് ഇഷ്ടം, അല്ല എന്നെ തടിച്ചിട്ടാണ് എന്നെ കാണാൻ കൊള്ളാവുന്നത്, എന്നെ ക്യൂട്ട് പോലെ ഇരിക്കും. പക്ഷെ ഓൺ ദി അതർ ഹാൻഡ് എനിക്ക് അതിനായിട്ടുള്ള കുറേ ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. അതായത് എനിക്ക് തടി കുറയ്ക്കണം, ആൻഡ് എനിക്ക് അറ്റ് ദ സെയിം ടൈം എനിക്ക് ഒരു എന്താ പറയുക, എനിക്കൊരു ഫിസിക്ക് വേണം. അതായത് എനിക്ക് 4th ഇയറിലെങ്കിലും എനിക്ക് എന്നെ ബോഡി ട്രാൻസ്ഫോം ആവാൻ വേണ്ടി 6 പാക്ക് അരിച്ചാക്കുന്നതല്ല എന്നെ ഇതാണ് സൗരവന്റെ ഒരു വാക്കാണ് ക്യാമറ പോലെ. ഈ സാധനം ഇത് കാണുന്നില്ല, ഇരുട്ടാ തൊടു. ഇത് അടുത്ത 1 വർഷത്തിനുള്ളിൽ പുള്ളി 6 പാക്ക് ആക്കി കാണിക്കും. 6 പാക്ക് അല്ല, ഞാൻ ഇത് കുറച്ച് കാണിക്കും. കാണാൻ കൊള്ളാവുന്ന വസ്തു അല്ല, ഇപ്പോഴും കാണാൻ കൊള്ളാവുന്ന അങ്ങനെയല്ല. ഇത് നീ ബെഡിലോട്ട് അതായത് ഞാൻ 4th ഇയറിലെ അർജുൻ CS ഒപ്പം ട്രാൻസ്ഫോം വിത്ത് അർജുൻ, എ ന്യൂ പ്രോഗ്രാം ഇനിഷ്യേറ്റഡ് ബൈ WHO. നമ്മുടെ ഈ ഇന്റർവ്യൂവിൽ തന്നെ തുടങ്ങുന്നത് നമ്മളിതിന്റെ GoFundMe പേജ് നിങ്ങൾക്ക് ഫണ്ടഡ് ബൈ Accelerator CET. And also Farrago CET. Aero CET. And by the way Folium CET. And by the way Farrago head ഉണ്ട്. Farrago captain. അർജുൻ CS അപ്പോൾ സൗരവിന്റെ ഫിറ്റ്നസ് ഓറിയന്റഡ് കുറച്ച് സംശയങ്ങൾ ചോദിച്ചു. അതില്ലേ എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മൾ ബഡ്ഡിങ് ഫിറ്റ്നസ് അതിന്റെ ഉത്തരം പറയട്ടെ. അർജുൻ CSന്റെ ആ ഒരു എന്തൂസിയാസത്തിനെ നിങ്ങളൊക്കെ ചാറ്റ് ബോക്സിൽ അംഗീകരിക്കണം. അതെ, എല്ലാവരും നമുക്ക് മികച്ച അതാണ്. ഹായ് യാദവ്.
ജയകുമാരൻ നായർ പറയുന്നു നമ്മൾ വീണ്ടും അർജുൻ സിയസ് ഇൻവൈറ്റ് ചെയ്യണം. നമ്മൾ ഉറപ്പായിട്ടും ചെയ്യണം. നമ്മൾ ഉറപ്പായിട്ടും ചെയ്യുന്നതാണ്. രഞ്ജിത്ത് സാർ സൗരവ്, ആക്ച്വലി നിനക്ക് ജിമ്മ് വരെ ഓടാനുള്ളത് വേണോ വേണ്ടെന്നുള്ള സംശയം, അതോ നിനക്ക് എന്ത് വേണ്ട മൊത്തത്തിൽ സംശയമാണ്? അങ്ങനെയല്ല, ഇപ്പം ജിമ്മിൽ പോയാൽ അവിടെ കാർഡിയോയും ഉണ്ട് സ്ട്രെങ്ത്തും ഉണ്ട്. അപ്പം എനിക്ക് അവിടെ പോയിട്ട് ഇവിടം തൊട്ട് അവിടെ വരെ ബൈക്കിൽ പോയിട്ട് അവിടെ നിന്ന് കാർഡിയോ ചെയ്തിട്ടൊരു ഗുണമില്ലല്ലോ. കാർഡിയോ എവിടുന്നാലും ചെയ്താൽ മതി, അവിടെ പോയിട്ട് അതല്ല ഗുണമെന്ന് വെച്ചാൽ പൈസ കൊടുത്തിട്ട് എന്തിനാണ് വെറുതെ ചെയ്യുന്നത്? അതിന് വരെ എനിക്ക് ഫ്രീ ആയിട്ട് തന്നെ കാർഡിയോ എനിക്ക് തനിയെ ചെയ്തൂടെ, എൻ്റെ ബോഡി വെയിറ്റ് വെച്ചിട്ടായാലും, അതായത് ഇങ്ങനെ ഓടാനായാലും, അപ്പം കാലിസ്തെനിക്സ് ആയാലും അത് എനിക്ക് തന്നെ തനിയെ ചെയ്തുകൂടെ? അവിടെ പോയിട്ട് ജിം എന്ന് പറഞ്ഞാൽ അത് സ്ട്രെങ്ത്തിന് വേണ്ടി മാത്രം ഇൻകോപ്പറേറ്റ് ചെയ്താൽ പോരെ, ഇൻസ്റ്റെഡ് ഓഫ് കാർഡിയോ ഓൾസോ. ആക്ച്വലി ജിം അങ്ങനെ ഇതിന് മാത്രമാവണം, സ്ട്രെങ്ത് ബിൽഡിങ്ങിന് മാത്രമല്ല, ജിമ്മ് കാർഡിയോയ്ക്ക് ഉപയോഗിക്കാൻ പറ്റും. ലൈക്ക് നീ ഇപ്പം പുറത്ത് ഓടുകയാണെങ്കിൽ നല്ലൊരു സ്ഥലത്ത് നിനക്ക് ഓടാൻ ഇല്ലെങ്കിൽ പൊല്യൂഷനൊക്കെ കാണും, നീ ശ്വസിക്കുന്നതൊക്കെ പൊല്യൂട്ടഡ് എയർ ആയിരിക്കും. അതിനകത്താവുമ്പം നല്ല എയർ ശ്വസിക്കാം. പിന്നെ ആ ഒരു ഓടാനുള്ള നിനക്ക് എല്ലാ ദിവസവും ഓടാനുള്ള ഇത് വരും, മൈൻഡ് സെറ്റ് വരും. അങ്ങനെ ആകുമ്പോൾ കാർഡിയോ ജിമ്മിപ്പോൾ ചെയ്ത് കുഴപ്പമൊന്നുമില്ല, ഞാൻ കാണുന്നില്ല. പിന്നെ അത് സില്ലറ്റ് ആവട്ടെ, അത് നമ്മുടെ രാമസുബ്രഹ്മണ്യൻ സാറിനെ പോലെ. ഓക്കെ, അപ്പം അർജുൻ സിയസ് പറയുന്നത് ഞാൻ ഇപ്പോൾ 2300 രൂപ കൊടുത്ത് ജിമ്മിൽ കാർഡിയോ കൂടെ ചെയ്യണം. ജിമ്മിൽ നീ കാർഡിയോ ചെയ്യുന്നതിന് കുഴപ്പമൊന്നും ഞാൻ കാണുന്നില്ല. അതായത് കാർഡിയോ എവിടെയായാലും ചെയ്താൽ മതി. അതിപ്പം ജിം അങ്ങനെ സ്ട്രെങ്ത് ബിൽഡിങ്ങിന് മാത്രമായിട്ട് കാണേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് നമ്മുടെ ലക്ഷ്യം നടന്നാൽ മതി. അതിപ്പോൾ നീ ഒന്നെങ്കിൽ ജിമ്മിൽ പോകുന്നുണ്ടെങ്കിൽ നീ ആ പൈസ കൊടുത്തതിൻ്റെ പേരിലാണെങ്കിലും എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യും. അപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ കാര്യം നടന്നാൽ പോരെ, അതിന് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അർജുൻ സിയസ് സൗരവിൻ്റെ സംശയത്തിന് ഉത്തരം പറഞ്ഞതിന് വളരെയധികം നന്ദി. നമുക്ക് ഗ്രൂപ്പ്സിൽ ഒരുപാട് സംശയങ്ങൾ വരുന്നുണ്ട്, പക്ഷേ നമുക്ക് എല്ലാത്തിനും പ്രതികരിക്കാനുള്ള സമയത്തിന്റെ കുറച്ച് ബുദ്ധിമുട്ട്. അതെ, എനിക്ക് ചോദിക്കാനുള്ളത്, താങ്കൾക്ക് ഈ വളർന്നു വരുന്ന ഫിറ്റ്നസ് ഉപഭോക്താക്കൾക്കോട് എന്തൂസിയാസിനോട് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ എനിക്ക് രാവിലെ ഓടാൻ പോകണം, സപ്പോസ് ഞാൻ ഫിറ്റ്നസ് എന്തൂസിയാസ്റ്റ് ആണെന്ന്, ഫിറ്റ്നസ്, അപ്പോൾ താങ്കൾക്ക് എന്നോട് എന്താണ് പറയാനുള്ളത്? അവിടെ ഒന്നും ഞാനൊരു സീക്രട്ട് പറയട്ടെ. ഫസ്റ്റ് ഇയർ വന്നിട്ട് അർജുൻ്റെ അത്രയും ബോഡി ആയിട്ടില്ലെങ്കിൽ ഞാൻ 12 തൊട്ട് 14 കിലോ വരെ കുറച്ചിട്ടുണ്ട്. You see, from 86 I transformed to 69 kilograms. That to 69 kilograms. 69. Wow. Seriously? What a transformation. Seriously? എടാ, ഞാൻ നിന്റെ ഹോസ്റ്റലിൽ വരാടാ. എടാ, ഇതിന് നമ്മൾ മികച്ച കയ്യടി കൊടുക്കേണ്ടതാണ്. അർജുൻ സിയസിന് നമ്മൾ ഇതുവരെ കൊടുത്ത വിലയേക്കാളും ഉപരിയായിട്ടുള്ള ഇത്രയാണ് അർജുൻ സിയസ് കൊടുക്കുന്നത്, നമ്മൾ ഇത്രയും കൊടുക്കുമായിരുന്നു. 86 നിന്നും 69. എനിക്കിപ്പോ 86 ആണ്. So that is your inspiration. Yeah, motivation, inspiration, transformation, magnification. അപ്പൊ ഞാനപ്പം 69 കിലോസ് ആക്കിയിട്ട് എന്റെ ടാർഗറ്റ് ഇനി 69 കിലോ. അതെ, ഇനി സൗരവ് 69 കിലോഗ്രാം ആക്കിയിട്ട് നമ്മൾ അർജുൻ സിയസ് ആയിട്ടുള്ള പാർട്ട് 2 ഇന്റർവ്യൂ. സൗരവ് 69, the new initiative joined by Sarago CT and Fallen CT. ഓക്കെ, അപ്പോൾ അർജുൻ സിയസ് എന്റെ ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ല. നമ്മൾ വളർന്നു വരുന്ന ഫിറ്റ്നസ് എന്തൂസിയാസ്റ്റിനോട് എന്താണ് പറയാനുള്ളത്? ഫിറ്റ്നസ് എന്തൂസിയാസ്റ്റ് എന്ന് വെച്ചാൽ ഫിറ്റ്നസ് ഇപ്പൊ വന്ന് കയറിയ ഇപ്പോ ആൽവിനൊക്കെ നടക്കുന്നതാണ്, എടോ അടുത്ത മാസം IB ആണ്, ഞാൻ ഫിറ്റ്നസ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം, അടുത്ത മാസം ഞാൻ 6 pack ആയിട്ട് വരും, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുണ്ട്. പക്ഷെ ഒരു മണിക്കൂർ ചെയ്യും. അതെ, അങ്ങനെ നടക്കുന്നവരുണ്ട്, പിന്നെ ഭയങ്കര സീരിയസ് ആയിട്ട് നടക്കുന്നവരുണ്ട്. ഞാൻ ചോദിക്കുന്നത് ആക്ച്വലി ഫിറ്റ് ആവാൻ ഉദ്ദേശിക്കുന്ന ടീംസ് ഉണ്ടല്ലോ. ആക്ച്വലി ഫിറ്റ് ആവാൻ ഉദ്ദേശിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, അതെന്തായാലും വളരെ നല്ലൊരു കാര്യമാണ്. നിങ്ങൾ അതുമായിട്ട് തന്നെ മുമ്പോട്ട് പോവുക. അത് എങ്ങനെ, അതായത് ഇപ്പം ഷോർട്ട് ടേമിൽ ഒന്നും കിട്ടിയില്ലെങ്കിലും നമ്മൾ ഫിറ്റ്നസ് നല്ലതായിട്ട് നോക്കുന്നതുകൊണ്ട് ഇപ്പം പ്രായമാകുമ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും, അല്ലെങ്കിൽ അസുഖങ്ങളൊന്നും വരാതെ പോകാൻ പറ്റും. പൊതുവെ നമ്മളൊരു എർത്തിലുള്ളൊരു അനിമൽ എന്ന നിലയ്ക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി എന്തെങ്കിലും ആവശ്യമാണ്. ലൈക്ക് ഇപ്പം ഹ്യൂമൻസ് ആയതുകൊണ്ട് മാത്രമാണ് നമുക്കിപ്പം എന്താ പറയുന്നത്, ദേഹം അനങ്ങാതെ ജീവിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ സർവൈവ് ചെയ്യണമെങ്കിൽ ദേഹം അനങ്ങി വൃത്തിക്ക് ദേഹം അനങ്ങി പണിയെടുത്താലേ പറ്റൂ സാധാരണ. ഓക്കെ, അർജുൻ സിയസ്, അപ്പം താങ്കൾ പറയുന്ന താങ്കളുടെ പർപ്പസ് ഓഫ് ലൈഫ് ഇറ്റ്സെൽഫ് ഇസ് ടു ബി ഹെൽത്തി. അല്ല, പർപ്പസ് ഓഫ് ലൈഫ് ഹെൽത്തി അല്ല, പക്ഷേ ഹെൽത്തി ആയിട്ട് വേണം മരിക്കുന്നവരെ എന്തെങ്കിലും അസുഖങ്ങളൊന്നും വരാൻ പാടില്ല, ഗുളികയൊന്നും കഴിച്ച് ജീവിക്കേണ്ട അവസ്ഥ വരരുത്. അർജുൻ സിയസ്, ലാസ്റ്റ് ആയിട്ട് ഒരു ഡൗട്ട്, ഇത് ഞാൻ പലതവണയും ഫേസ് ചെയ്തൊരു ഡൗട്ടാണ്. അതായത് പറഞ്ഞാൽ ഇപ്പം നോ ഷുഗർ ഡയറ്റ്, ദാറ്റ് ഇസ് എ തിങ് നൗ.
അപ്പം അത് ഞാൻ ഈയിടയ്ക്കും ഞാൻ ഏകദേശം സക്സസ്ഫുൾ ആയിട്ട് ഞാൻ 2 ആഴ്ച ചെയ്തു. ബട്ട് അതിനുശേഷവും കംപ്ലീറ്റ്ലി എനിക്ക് അങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റില്ല. അതായത് ഇടയ്ക്ക് വെച്ച് ഫോർ എക്സാമ്പിൾ ഇവന്മാരോടൊപ്പം വല്ല ലൈം കുടിക്കാൻ പോകും, പിന്നെ സർബത്തും എല്ലാം കുടിക്കാൻ പോകും. അത് ശരിയാണ്. ബട്ട് എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഈ ലൈമിൻ്റെ അകത്ത് വെള്ളമുണ്ട്, അപ്പം നമുക്ക് ഹൈഡ്രേഷൻ വളരെ ആവശ്യമാണ്. ഞാൻ സംഭവം വെള്ളത്തിന് വരെ ലൈം കുടിക്കുന്ന ഒരാളാണ് വല്ലപ്പോഴും. ആൻഡ് അപ്പം അത് തെറ്റാണോ അതോ ശരിയാണോ? താങ്കളുടെ ഒരു അതിൽ വെള്ളം കുടിക്കുന്നതാണോ അതോ ഇതേപോലെ വല്ലപ്പോഴും ഉള്ള ലൈമോ വാട്ടർമെലോണോ? ആൻഡ് വാട്ടർമെലോൺ എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. ഞാൻ വാട്ടർമെലോൺ എന്തൂസിയാസ്റ്റ് ആണ്. ഈ ഷുഗർ ഡയറ്റിൽ എൻ്റെ ഒരു സംശയം, ഷുഗർ ഡയറ്റിൽ നമ്മൾ ഫ്രൂട്ട്സ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് കുഴപ്പമില്ലല്ലോ? നോ ഷുഗർ ഇല്ല, കുഴപ്പമില്ല. ഞാൻ ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ. അതിനകത്ത് ഇപ്പം നീ നോ ഷുഗർ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതുകൊണ്ട് കുറേ ഗുണങ്ങളുണ്ട്. ഇപ്പം നോ ഷുഗർ കൊണ്ട് സ്കിന്നിനും ഹെൽത്തിനും മസിൽസിനും എല്ലാത്തിനും ഗുണങ്ങളുണ്ട്. എല്ലിന് പോലും സ്ട്രെങ്ത് കൂടുമെന്ന് പറഞ്ഞാൽ പഞ്ചസാര കുറേ കഴിക്കുമ്പം എല്ലിന് സ്ട്രെങ്ത് കുറയുമെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ അത് ഫോളോ ചെയ്യുന്നതുകൊണ്ട് നല്ലതാണ്. പിന്നെ അത് ഫോളോ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുമാണ്. ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് നമ്മൾ കഴിക്കുന്ന ഏകദേശം 80% ഫുഡിലും ഷുഗറുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം നീ ഇപ്പോൾ പറഞ്ഞ പോലെ ഞാൻ ഒരിക്കലും വെള്ളത്തിന് പകരം ലൈഫ് കുടിക്കണമെന്ന് പറയത്തില്ല. വെള്ളം തന്നെ കുടിക്കണം. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, വെള്ളം ഞാൻ കുടിക്കാറുണ്ട്. ബട്ട് ഈ അഥവാ ഞാൻ ദാഹിച്ചാലും ലൈക്ക് ഉച്ച സമയത്തോ അല്ലെങ്കിൽ ഇതേപോലെ ഫ്രീ ആയിട്ട് പുറത്ത് നിൽക്കുന്ന സമയത്തോ എനിക്ക് അത് എന്തെങ്കിലും കുടിക്കാൻ തോന്നിയാൽ ഞാൻ വെള്ളത്തിന് പകരം കട വല്ലതും അടുത്തുണ്ടെങ്കിൽ ഞാൻ ലൈമായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ഈ ലൈം കുടിക്കുമ്പോൾ പെട്ടെന്ന് ക്ഷീണം മാറും. അതിനൊക്കെ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ലൈം കുടിക്കാൻ തോന്നുന്നതാണ്. അപ്പോൾ ലൈം കുടിക്കുക കുഴപ്പമൊന്നുമില്ല. ലൈക്ക് അവരുടെ അടുത്ത് വേണമെങ്കിൽ അപ്പോൾ പറഞ്ഞാൽ മതി പഞ്ചസാര ഇടണ്ടെന്ന് പറഞ്ഞാൽ മതി, അവർ പഞ്ചസാര ഇടാതെ തരും. ഉപ്പ് മാത്രം. പിന്നെ അതേപോലെ തന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് നന്നാരി സർബത്ത്, അതെനിക്കിപ്പോൾ ഒരു വീക്ക്നെസ് ആയി വരികയാണ്. അതിൻ്റെ അത് ഷുഗർ കുറവാണ് ആക്ച്വലി. അത് വല്ലാത്തൊരു ലൈക്ക് ഇപ്പോൾ നമ്മൾ ഇത് ഇച്ചിരിയല്ലേ ഷുഗർ ഉള്ളൂ എന്ന് വിചാരിച്ച് അത് കുടിക്കാന്ന് വെച്ചിട്ട് കുടിച്ചാൽ അത് നോ ഷുഗർ ബ്രേക്കായി പിന്നെ ബാക്കി സാധാരണ ഷുഗർ കഴിക്കുന്ന പോലെ പോകും. അത് തിരിച്ച് ബ്രേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നീ മാക്സിമം അത് കംപ്ലീറ്റ് ഒഴിവാക്കാൻ നോക്കണം. എന്നിട്ട് ഇപ്പോൾ പറയണം ഷുഗർ ഇടാതെ അങ്ങ് താഴേട്ടാ അങ്ങനെ പറഞ്ഞാൽ അവർ ഷുഗർ ഇടാതെ തരത്തില്ലേ? അങ്ങനെ ചെയ്യാൻ നോക്കണം. അപ്പം അത് നമുക്ക് കുറേ കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ നന്നാരി ഉണ്ടാക്കുന്നത് തന്നെ ഷുഗർ വെച്ചിട്ടല്ലേ? അങ്ങനെയാണെങ്കിൽ ഒന്നെങ്കിൽ അത് മാത്രം എക്സെപ്ഷൻ ആയിട്ട് കാണണം, അല്ലെങ്കിൽ അതങ്ങ് ഒഴിവാക്കണം. രണ്ട് ഓപ്ഷൻ ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ നാരങ്ങ വെള്ളം കുടിച്ചിട്ട് പഞ്ചസാര ഉണ്ടെന്ന് പറയണം. വാട്ടർമെലോൺ ഭയങ്കര നല്ല സാധനം. ഇതൊക്കെ ഈ വാട്ടർമെലോണിൻ്റെ അകത്ത് അവർ പഞ്ചസാര ഇടും. വാട്ടർമെലൺ ഫ്രൂട്ടായിട്ട് തന്നെ വാങ്ങിച്ച് വീട്ടിൽ ശരിയാണ്. ഫ്രഷ് ഫ്രൂട്ട് കഴിക്കാം, അത് സമ്മതിച്ചു. ബട്ട് ഞാൻ ഫ്രഷ് ഫ്രൂട്ട് വാങ്ങിക്കുമ്പോൾ മിക്ക സമയം വാട്ടർമെലോൺ പഴുത്തിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ നല്ല വാട്ടർമെലോൺ അതേപോലത്തെ കുറെ പ്രശ്നങ്ങൾ ഞാൻ കുറെ നേരത്തെ കമന്റ് സെക്ഷൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു സുന്ദരിയായ പെൺകുട്ടി ചോദിച്ചിട്ടുണ്ട്, അർജുൻ CS ഒരു അഡ്രിനാലിൻ ജങ്കിയാണ് എന്ന് വെച്ചാൽ താങ്കൾ ആ ഒരു അഡ്രിനാലിൻ റഷിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിലുള്ള എനിക്ക് അഡ്രിനാലിൻ ഇഷ്ടമാണ്. അഡ്രിനാലിൻ ഇഷ്ടമാണ്. ആ ഒരു ഗുമ്മിന് വേണ്ടി എല്ലാ സാധനങ്ങളും ചെയ്യുന്നത് ആണ്. ഇപ്പൊ അവര് ബഞ്ചി ജമ്പിങ് ചെയ്യാൻ പോയില്ല, അത് അഡ്രിനാലിൻ ഇതിന് വേണ്ടിയാണ്. അതുപോലല്ലോ അഡ്രിനാലിൻ ഇഷ്ടമാണ്. പക്ഷെ അഡ്രിനാലിന് വേണ്ടി മാത്രമല്ല, ആ ആക്ടിവിറ്റീസ് ഇഷ്ടമാണ്, അഡ്രിനാലിൻ ഇഷ്ടമാണ്, ആ ഫീൽ ഇഷ്ടമാണ്. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്ക് ആക്ടിവിറ്റീസ് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ചെയ്യാറ്. ആ സുന്ദരിയായ പെൺകുട്ടി ചോദിച്ച ചോദ്യം ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ആ സുന്ദരിയായ ഇമാജിനറി പെൺകുട്ടീൻ്റെ കാര്യം അവിടെ ഇരിക്കട്ടെ, അത് വേറൊരു കാര്യം. അപ്പോൾ അർജുൻ CS-ൻ്റെ ഒപ്പം ഞാൻ ഇപ്പോൾ ഒരു പാക്ട് ഉണ്ടാക്കാൻ പോവാണ്. ഇനി തൊട്ട് കോളേജിന് ശേഷം എൻ്റെ പോടാൻ തയ്യാറാണോ? മണ്ടത്തരമാണ്. നീ നാശത്തിലേക്കാണ്. തയ്യാറാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അർജുൻ CS 10 കിലോമീറ്റർ ഓടുമ്പോൾ സൗരവ് 5 കിലോമീറ്റർ. ഓക്കെ, അല്ലെങ്കിൽ അർജുൻ CS സ്ലോ സൗരവും സ്ലോ. ഓക്കെ, സമ്മതിച്ചു. പക്ഷെ അർജുൻ CS-ന്റെ ഒപ്പം എനിക്ക് കീപ്പപ്പ് ചെയ്യാൻ പറ്റുമോ എനിക്ക് പറ്റില്ല. നമുക്ക് റെഡിയാക്കാം. നമ്മളെന്തായാലും ഓടാൻ നടക്കുന്നതായിരിക്കും. നമുക്ക് പ്രേക്ഷകർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അതില്ല, സൗരവ് സുരേഷ്, താങ്കൾ ഈയിടെയായിട്ട് ഡയറ്റൊക്കെ നോക്കി, ഞാൻ നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു നമുക്ക് പോയി മീറ്റ് റോൾ കഴിക്കാമെന്ന് പറഞ്ഞു സൗരവ് സുരേഷ്. അപ്പോൾ സൗരവ് സുരേഷ് പറഞ്ഞു വെയിറ്റ് ഞാൻ കാലറി നോക്കട്ടെ, മീറ്റ് റോളിന് എത്ര കാലറിയാണ്. എൻ്റെ പുള്ളി ആപ്പൊക്കെ തുറന്നു മീറ്റ് റോൾ സെർച്ച് ചെയ്തു, അത് കാലറി കൂടുതലാണ്, നമുക്ക് പോയി മീറ്റ് റോൾ കഴിക്കണം, നമുക്ക് വേറെ ഒന്നാമത് അത് മീറ്റ് റോൾ അല്ല, ഷവർമയാണ്. ഓക്കെ, ഷവർമ നല്ല കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഡയറ്റ് കോൺഷ്യസ് ആവണത് എത്ര പരിധി വരെ നല്ലതാണ്? ഇത് സൗരവ് ഇനി ഷവർമ കഴിക്കണോ? അത് എത്ര പരിധി വരെയും നല്ലത് തന്നെയാണ്, അതൊരിക്കലും മോശമല്ല. അല്ല, പ്രശ്നം എന്തെന്ന് വെച്ചാൽ എനിക്ക് കാലറീസ് നോക്കിയാലും
ഇതേപോലത്തെ വാണങ്ങളുടെ ഒപ്പമാണ് ഞാൻ ഫ്രണ്ട്ഷിപ്പ് ഷെയർ ചെയ്യുന്നത്. അത് കാരണം ഇവരുടെ ആ ഒരു ബാഡ് ഇൻഫ്ലുവൻസ് എന്നെ അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫ്രണ്ട് സർക്കിൾ എങ്ങനെയാണെങ്കിലും നമ്മുടെ സ്റ്റാൻഡ് നമ്മൾ കീപ്പ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ആര് പറഞ്ഞാലും ആര് പ്രഷർ ചെയ്താലും എന്ത് ചെയ്താലും നമുക്ക് നമ്മുടെ സ്റ്റാൻഡ് ഉണ്ട്, അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. അത്രേ ഉള്ളൂ. ഈ മൈൻഡ് സെറ്റാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ ഈ ഇന്റർവ്യൂവിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അർജുൻ CS-ന്റെ ഈ ആൽഫ മൈൻഡ് സെറ്റ് കാരണമാണ് അർജുൻ CS ഇത് നീക്കിക്കൊണ്ടുപോകുന്നത്. ഇത് വളരെ ഇത് കേൾക്കുമ്പോൾ ഞാനൊക്കെ അതേപോലെ അതെ ഇവൻ വെറും ഒമേഗ. ഓക്കെ. അപ്പോൾ പ്രേക്ഷകരെ ഇതാ 30 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നത്. നമ്മുടെ അലോട്ടഡ് ടൈം ഇതാ തീരുകയാണ്. പോരാത്തതിനും ജിയോ പൊളിച്ച് കഴിഞ്ഞെത്തിയിരിക്കുന്നു. സോ അതുകൊണ്ട് നമ്മൾ ഇതാ ഈ ഇന്റർവ്യൂ അവസാനിക്കുന്നു. അടുത്ത ഇന്റർവ്യൂ സൗരവ് 69 കിലോസ് ആക്കിയതിനു ശേഷം എല്ലാവരും 69K ലൈക്സ് എത്തിച്ചാൽ നമ്മൾ സെക്കൻഡ് പാർട്ട് ഇറക്കുന്നതാണ്. താങ്ക് യു ഗൈസ്. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അർജുൻ CS-നും സൗരവ് സുരേഷിനും ഒരുപാട് നന്ദി. കൂടെ ഇവിടെ കൂടെ വന്ന എല്ലാ ഓഡിയൻസിനും ഒരുപാട് കണ്ടില്ലെന്ന് പറയാം. നമ്മൾ വീണ്ടും വരുന്നതാണ്. അതാണ് ശരി. പോയി കളിക്കാം.